പ്രൈം ടൈം യുയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വൻതോതിൽ പരസ്യം ചെയ്യുന്ന ചില ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തു. മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയ മറ്റൊരു വാർത്ത. ഇതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഇന്ദുലേഖ, ധാത്രി, ശ്രീധരീയം തുടങ്ങിയ കമ്പനികളുടെ 52 ലക്ഷത്തോളം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടി കമ്പനികൾക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുന്നു. വ്യാജ പരസ്യങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ചു എന്ന കുറ്റത്തിന് ഈ കമ്പനികളുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനാണ് നീക്കം. വർഷങ്ങളായി വ്യാജ പരസ്യങ്ങളിലൂടെ ജനങ്ങളെ വഞ്ചിച്ച കമ്പനികളുടെ നിലപാടും ഇത്തരം നടപടികൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ച മാധ്യമങ്ങളുടെ ചതിയുമാണ് പ്രൈം ടൈം യു ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നിങ്ങൾ പ്രേക്ഷകർക്കും പങ്കെടുക്കാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 05022757705. കേരളത്തിൽ എന്ന പോലെ തന്നെ ഗൾഫ് നാടുകളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. മുടി വളരാനും വണ്ണം കുറയാനും ഒക്കെയായി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവർ നിരവധിയാണ് യു എയിൽ സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയും വളരെയധികം കാലമായി യു എയിൽ ജീവിക്കുകയും ചെയ്യുന്ന ശ്രീമതി സിന്ധു നമ്മളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീമതി സിന്ധു. പ്രൈം ടൈം യുയിലേക്ക് സ്വാഗതം. സിന്ധു യു എയിൽ കുറേയധികം കാലമായി ജീവിക്കുന്നു, സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നു. ആദ്യമായി ചോദിച്ചോട്ടെ, സിന്ധു എപ്പോഴെങ്കിലും ഇന്ദുലേഖ, ധാത്രി പോലത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണോ? ഇന്ദുലേഖയും ധാത്രിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അനുഭവം? മുടി വളർന്നു എന്നിട്ട്? അനുഭവം എന്താന്ന് ചോദിച്ചാ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കൊണ്ട് അത് വെറുതെ പൈസ മേടിക്കാൻ അല്ലാതെ വലിയ പ്രയോജനം ഇല്ലെന്നാണ് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മുടെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, നമ്മുടെ ഒരുപാട് കസ്റ്റമർ, ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. കസ്റ്റമർ വരുന്നവര് ഇന്ദുലേഖ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചെറിയ ചെറിയ മുടി ഒരുപാട് വളർന്നെന്നല്ല, ചെറിയ ചെറിയ മുടികൾ, പുതിയ മുടി വരുന്നെന്ന്, ചെറിയ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെന്ന് ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ അത്ര വിശ്വസിക്കുന്നില്ല. കാരണം ഒരു പ്രത്യേക എണ്ണ കൊണ്ടോ ക്രീം കൊണ്ടോ പുതിയ മുടി വളരുകയോ അല്ലെങ്കിൽ വണ്ണം കുറയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, അതിനാണ് നമ്മുടെ ഹെൽത്ത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, ഹെയറും സ്കിന്നും എല്ലാം. പിന്നെ ഇങ്ങനെയുള്ള എണ്ണകൾ വിപണിയിൽ നമുക്ക് ധാരാളമായിട്ട് ഇപ്പൊ പലതരത്തിൽ, ഇപ്പൊ ഇന്ദുലേഖ, അതിനു മുമ്പ് ധാത്രി, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഓയിലുകള്, ഇതും നമുക്ക് ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൂടുമ്പോൾ പുതിയ പുതിയ ഓയിലുകൾ വരുന്നു. പുതിയ ട്രെൻഡ് അനുസരിച്ച് അവരുടെ പരസ്യം കണ്ട് നമ്മളത് വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദുലേഖയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമുക്ക് വിപണിയിൽ കിട്ടുന്നത് ഏകദേശം നാട്ടിലാണ് 400 റുപ്പീസിന് മുകളിലാണ്. പക്ഷെ അത് നമ്മള് ഹോൾസെയിലായിട്ട് മേടിക്കുമ്പോ, ആ ഷോപ്പിൽ ഞങ്ങള് ഹോൾസെയിലായിട്ട് മേടിക്കുന്നിടത്ത്, പ്രോഡക്റ്റുകൾ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ പോകുന്നിടത്ത് ഇതിന് ഇന്ത്യൻ മണി 300 രൂപയേ ഉള്ളൂ. ഹലോ, അത്ര വലിയ മാർജിൻ ഉണ്ടോ? അത്ര വലിയ മാർജിൻ ഉണ്ട്. 300 രൂപയ്ക്കാണ് ഇത് ഞങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ള 300 രൂപയ്ക്ക്. അപ്പൊ ഈ പല കൈ മറിഞ്ഞും നമ്മൾ ഈ സാധാരണ റീറ്റെയിൽ ഷോപ്പിൽ എത്തുമ്പോഴേക്കും ഇത് 425 രൂപയ്ക്ക് മേലെ ഇത് കിട്ടുന്നത്. അപ്പൊ ഇത് ശരിക്കും അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓയിലുകൾ എല്ലാം തന്നെ എനിക്ക് പറയാനുള്ളത്. സിന്ധുവിന്റെ കസ്റ്റമേഴ്സ് ഇത്തരം പ്രോഡക്ട്സ് ആവശ്യപ്പെട്ടു വരാറുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, ഞങ്ങളോട് വന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ ഷോപ്പുകളിൽ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി പാർലറുകളിൽ വിൽക്കാൻ പാടില്ല, മുനിസിപ്പാലിറ്റി അത് അലോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ട് പക്ഷെ അഭിപ്രായം ചോദിക്കാറുണ്ട്. ഇത്തരം പ്രോഡക്ട്സ് ബ്യൂട്ടി പാർലറിൽ വെക്കാൻ യു എയിൽ അനുവദിക്കില്ല? ഇല്ല, അനുവദിക്കില്ല. മുനിസിപ്പാലിറ്റി അപ്രൂവലുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ബ്യൂട്ടി പാർലറിൽ, ഞങ്ങൾക്ക് അനുവാദമുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ബ്യൂട്ടി പാർലറിൽ വിൽക്കാൻ സമ്മതിക്കുള്ളൂ അല്ലേ? സിന്ധു, ഇവരുടെയൊക്കെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ പരസ്യം ചെയ്യുന്ന രീതി ശരിയാണെന്ന് തോന്നാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല.
ഓക്കെ സിന്ധു, അവസാനം ഒരു കാര്യം കൂടി. പറയും. തടി കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ ഉള്ള ഇത്തരം പ്രോഡക്ട്സ് എന്തെങ്കിലും റിസൾട്ട് തരുമോ യഥാർത്ഥത്തിൽ? ഒരു മുടിയെങ്കിലും വളരുമോ? എന്താണ് സിന്ധുവിന്റെ അഭിപ്രായം? മുടി വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങൾ ഈ ഇന്ദുലേഖ തന്നെ പുരട്ടിയിട്ട് അവര് പറയുന്നത് ആദ്യത്തെ 8 ദിവസം അത് പുരട്ടി അത് ഇന്ദുലേഖ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാനാണ് പറയുന്നത്. ഈ മസാജിൽ കൂടിയിട്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അത് 100% ഷുവർ ആണ്. കാരണം നമ്മൾ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് മസാജിൽ പ്രയോജനമുണ്ട്. അത് നമ്മൾ ഏത് എണ്ണ ഉപയോഗിച്ചാലും നമ്മുടെ തലയിൽ മസാജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടെന്ന് പറയാൻ കഴിയും. സിന്ധു ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഏതെങ്കിലും ഡോക്ടേഴ്സുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൺസൾട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമോ? ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കാറുണ്ട്. അവരുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു എണ്ണ തേക്കുന്നത് കൊണ്ട് പ്രയോജനം ഇന്ദുലേഖ എന്ന് മാത്രം പറയുന്നില്ല, ഏത് എണ്ണയായാലും അത് തേക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം അതുകൊണ്ടുണ്ടാവുമെന്ന് ആരും ഇതുവരെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല. അതുപോലെ വണ്ണം കുറയാനുള്ള എണ്ണകള് അതൊന്നും. ഓക്കെ, വളരെ നന്ദി സിന്ധു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശരി, താങ്ക് യു. ശാസ്ത്രീയമായ അടിത്തറ ഒന്നുമില്ലെങ്കിലും വ്യാപകമായ പരസ്യത്തിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇത്തരം മരുന്നുകളുടെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. ഈ ചർച്ച പ്രൈം ടൈം യുയിൽ തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 050-2275-705.